അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അൺമാസ്കിംഗ് അനോമലീസ് എന്ന് പറഞ്ഞ ചാനലിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ സ്ഥാപകനായ ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് അലി ഇസ്ലാമിനെ സംബന്ധിച്ച് തീർത്തും തെറ്റായിട്ടുള്ള, തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള ചില പരാമർശങ്ങൾ കാണാനിടയായി. ആ ഒരു വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ അൺമാസ്കിംഗ് അനോമലീസ് എന്ന് പറഞ്ഞ ചാനൽ നമുക്കറിയാം കേരളത്തിൽ നിരീശ്വരവാദവും അതുപോലെ തന്നെ ദൈവാസ്തിത്വവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇസ്ലാമിനെതിരെ വരുന്ന ആക്ഷേപങ്ങളും അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ എക്സ് മുസ്ലിംസിനെ പോലുള്ള ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നടത്തുന്ന അടിസ്ഥാനരഹിതമായിട്ടുള്ള വ്യാജ പ്രചരണങ്ങളൊക്കെ തന്നെ എക്സ്പോസ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ ഒരു കാര്യത്തിൽ ഇസ്ലാമിനെതിരെയും അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെയുമുള്ള ആക്ഷേപങ്ങൾക്ക് മറുപടി പറയുന്നു എന്നുള്ളൊരു കാര്യത്തിൽ അത്യാവശ്യം സപ്പോർട്ട് ചെയ്യുന്ന ഒരു റെസ്പെക്ട് ചെയ്യുന്ന ഒരു ചാനലാണ് അൺമാസ്കിംഗ് അനോമലീസ്. പ്രത്യേകിച്ച് അവരുടെ ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള, അതായത് കാര്യങ്ങളെ വസ്തുതാപരമായി വിശകലനം ചെയ്തുകൊണ്ടുള്ള ഒരു അപ്രോച്ച്, ഫാക്ട് ചെക്ക് സീരീസൊക്കെ അവർ നടത്താറുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു നല്ല ഒരു അപ്രോച്ചാണ്, അതിൽ റെസ്പെക്ട് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ അടുത്ത് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനെ സംബന്ധിച്ച് നടത്തിയ ആ ഒരു പരാമർശത്തിൽ ഈ ഒരു സത്യത്തിനോടുള്ള ഈ ഒരു പ്രതിബദ്ധത അല്ലെങ്കിൽ വസ്തുതകളോടുള്ള ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് അവർ പുലർത്തിയതായിട്ട് അൺഫോർച്ചുനേറ്റ്ലി കണ്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ ശത്രുക്കൾ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനെതിരെ നടത്തുന്ന, അതുപോലെ തന്നെ ഒരുപാട് പ്രാവശ്യം മറുപടി കൊടുത്തു കഴിഞ്ഞിട്ടുള്ള അതേ വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ വീണ്ടും അവരും ഒരു വെരിഫിക്കേഷനും ഇല്ലാതെ, ഒരു പരിശോധനയും ഇല്ലാതെ ആവർത്തിച്ചു എന്നുള്ളത് തീർത്തും ഒരു നിർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്നാണ് പറയാനുള്ളത്. കാരണം പ്രത്യേകിച്ച് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ഫാക്ട് ചെക്കിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു കണ്ടൻറ് വെരിഫിക്കേഷൻ്റെ ഒരു നിലവാരം എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതാണ്. വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ അത് കൃത്യമായി നിങ്ങൾ വെരിഫൈ ചെയ്യുക. അത് എങ്ങനെയുള്ള സോഴ്സാണ്, അത് നല്ല സോഴ്സിൽ നിന്നാണോ അതല്ലെങ്കിൽ ഒരു ഫാസിഖായ സോഴ്സിൽ നിന്നാണോ നിങ്ങൾ വെരിഫൈ ചെയ്യുക, ആ കണ്ടൻറ്റ് നല്ല രീതിയിൽ പരിശോധിക്കുക എന്ന് പറയുന്നുണ്ട്. ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു വ്യക്തി കേട്ട കാര്യങ്ങളൊക്കെ തന്നെ ഒന്നും നോക്കാതെ മുന്നോട്ട് പറയുക എന്നുള്ളത് അത് കള്ളം പറയുന്നതിന് തുല്യമാണ് എന്ന് പറയുന്നുണ്ട്. കഫാ ബിൽ മർഇ കദിമൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. അപ്പോൾ ഇങ്ങനെ ഇരിക്കെ ഇസ്ലാമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്മൾ ഒരിക്കലും തന്നെ ഈ ഒരു സ്റ്റാൻഡേർഡ് ഒരിക്കലും നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് വിനീതമായിട്ട് ആദ്യം ഉണർത്താനുള്ളത്. ഇനി വിഷയത്തിലേക്ക് വരാം. ഇതിൽ പ്രധാനമായിട്ടും ഉന്നയിച്ചിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഹസ്രത്ത് അഹമ്മദ് അലി ഇസ്ലാത്തു വസ്സലാം, അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ സ്ഥാപകനായ ഹസ്രത്ത് അഹമ്മദ് അലി ഇസ്ലാത്തു വസ്സലാമും ആ കാലത്ത് ജീവിച്ചിരുന്ന അഹ്ലെ ഹദീസിൻ്റെ ഒരു നേതാവായിരുന്ന സനാഉല്ലാഹ് മിർസലിയും തമ്മിലുള്ള ഒരു മുബാഹലയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇതിൽ വീഡിയോയിൽ പറയുന്നത് ഹസ്രത്ത് അഹമ്മദ് അലി ഇസ്ലാത്തു വസ്സലാം ഒരു പ്രവചനം ചെയ്തു എന്നാണ്. എന്താണ് പ്രവചിച്ചത്? അതായത് തൻ്റെ ജീവിതകാലത്ത് ഹസ്രത്ത് അഹമ്മദ് അലി ഇസ്ലാത്തു വസ്സലാമിൻ്റെ ജീവിതകാലത്ത് തന്നെ സനാഉല്ലാഹ് അമൃത്സരി മരണപ്പെടും, കോളറ ബാധിച്ച് മരണപ്പെടുമെന്ന് അദ്ദേഹം പ്രവചിച്ചു. എന്നാൽ ഈ ഒരു പ്രവചനം നടത്തിയതിന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഹസ്രത്ത് അഹമ്മദ് അലി ഇസ്ലാത്തു വസ്സലാം സ്വയം മരണപ്പെടുകയാണ് ഉണ്ടായത്. അതിനും ഏതാണ്ട് 40 വർഷങ്ങൾക്ക് ശേഷമാണ് സനാഉല്ലാഹ് അമൃത്സരി മരണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രവചനം പൂർത്തിയായില്ല. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഹസ്രത്ത് അഹമ്മദ് അലി ഇസ്ലാത്തു വസ്സലാം ഒരു സത്യവാദി ആയിരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടും ഉന്നയിച്ചിട്ടുള്ളത്. ഇതിലുള്ള ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, അതായത് ഒന്നാമത്തെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള പരാമർശം എന്ന് പറയുന്നത് ഇതൊരു പ്രവചനമാണ് എന്നുള്ളതാണ്. ഇതൊരിക്കലും തന്നെ ഒരു പ്രവചനമായിരുന്നില്ല. ഇത് പ്രവചനമാണെന്ന് എവിടെയും തന്നെ ഹസ്രത്ത് അഹമ്മദ് അലി ഇസ്ലാത്തു വസ്സലാമിൻ്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് പരിശോധിക്കാം, അദ്ദേഹത്തിൻ്റെ വിജ്ഞാപനങ്ങൾ നമുക്ക് എടുത്തു നോക്കാം. എവിടെയും തന്നെ ഇതൊരു പ്രവചനമാണ് എന്ന് പറയുന്നില്ല. എന്ന് മാത്രമല്ല, ഇതേ വിജ്ഞാപനത്തിൽ, ഇതേ അനൗൺസ്മെൻറ്റിൽ തന്നെ അദ്ദേഹം ഇത് പ്രവചനമല്ല എന്ന് എടുത്ത് പറയുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ് യേ കിസി ഇൽഹാം യാ വഹി കി ബിനാ പർ പേഷ് ഗോയി നഹി. അതായത് ഇത് ഇൽഹാമിൻ്റെ വഹിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രവചനമല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ഒരു മുബാഹലക്കുള്ള ആഹ്വാനമായിരുന്നു. മുബാഹല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശാപപ്രാർത്ഥന എന്ന് പറയും. അതായത് രണ്ടുപേരും ഞങ്ങളാണ് സത്യവാദികൾ, ഞങ്ങളുടെ മറുകക്ഷിയാണ് കള്ളവാദി എന്ന് പറയുമ്പോൾ, അതായത് കള്ളമായ വിശ്വാസത്തിൽ ഉള്ളത് എന്ന് പറയുമ്പോൾ അതിന് അള്ളാഹുവിൻ്റെ ഒരു തീർപ്പ് തേടിക്കൊണ്ട് നടത്തുന്ന ശാപപ്രാർത്ഥനയാണ്. അതായത് ഞങ്ങളിൽ ആരാണോ കള്ളമായ വിശ്വാസത്തിലുള്ളത് അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപം ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ ഒരു ശാപപ്രാർത്ഥനക്കാണ് ഈ മുബാഹല എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ ഇതുമായി ബന്ധപ്പെട്ട് ഫനജാൽ ലാനത്തുല്ലാഹി അലൽ കാദിബീൻ എന്നുള്ള സൂക്തം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്താണെങ്കിലും വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഇത് പ്രവചനമല്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇത് അള്ളാഹുവിൻ്റെ തീരുമാനം, അതായത് ദൈവിക തീരുമാനം തേടിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ് എന്നാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹം ആ പ്രാർത്ഥനയും വിവരിക്കുന്നുണ്ട്. അതായത് സനാഉല്ലാഹ് മിർസരി പറയുന്നത് പോലെ, ആരോപിക്കുന്നത് പോലെ, ഞാൻ നിൻ്റെ പേരിൽ അള്ളാഹുവെ നിൻ്റെ പേരിൽ കറ്റുകെട്ടി പറയുന്നവനാണെങ്കിൽ, ഇല്ലാത്ത കാര്യം കറ്റുകെട്ടി പറയുന്നവനാണെങ്കിൽ സനാഉല്ലാഹയുടെ ജീവിതത്തിൽ തന്നെ എന്നെ മരിപ്പിക്കണമേ. ഇനി അതല്ല, ഞാൻ പറയുന്നത് സത്യമാണെങ്കിൽ, സനാഉല്ലാഹ് മിർസരി എൻ്റെ പേരിൽ ആരോപിക്കുന്നത് തെറ്റാണെങ്കിൽ
എൻ്റെ ജീവിതത്തിൽ തന്നെ സനാഉല്ലാ മിർസരിയെ നീ നശിപ്പിക്കണമേ എന്ന് അദ്ദേഹം ആ ഒരു പ്രാർത്ഥനയും അതിൽ തന്നെ ആ വിജ്ഞാപനത്തിൽ തന്നെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതൊരു പ്രവചനമായിരുന്നില്ല, മറിച്ച് ഒരു ശാപപ്രാർത്ഥനയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ എപ്പോഴും ഇവിടെ ഉന്നയിക്കപ്പെടാറുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫലമായിട്ട് ഈ ശാപപ്രാർത്ഥന നടത്തിയതിന് തൊട്ടടുത്ത വർഷം തന്നെ ഹസ്രത്ത് അഹമ്മദ് അലി സ്വലാത്തു വസ്സലാം വഫാത്താവുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഹസ്രത്ത് അഹമ്മദ് അലി സ്വലാത്തു വസ്സലാം ഒരു സത്യവാദി ആയിരുന്നില്ല എന്നാണ് പൊതുവിൽ ഉന്നയിക്കപ്പെടാറുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്രധാനപ്പെട്ട ഒരു വസ്തുത, വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു വസ്തുത എപ്പോഴും വിട്ടുകളയാറുണ്ട്, അല്ലെങ്കിൽ ഇവിടെ വിട്ടു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഒരു ശാപപ്രാർത്ഥനയ്ക്ക് ഒരിക്കലും തന്നെ സനാഉല്ലാ അമൃത്സരി സമ്മതം മൂളിയിരുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു മുബാഹല സനാഉല്ലാ അമൃത്സരി സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇത് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. സനാഉല്ലാ അമൃത്സരി ഈ ഒരു മുബാഹല സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ സ്വീകരിച്ചിട്ടില്ലാത്ത ആ ഒരു അവസ്ഥയിൽ ഹസ്രത്ത് അഹമ്മദ് അലി സ്വലാത്തു വസ്സലാം വഫാത്തായത് ഈ ഒരു മുബാഹലയുടെ ഫലമായിട്ടാണെന്ന് പറയുന്നത് ഒരിക്കലും തന്നെ സത്യത്തിനും നീതിക്കും നിരക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് ഇവിടെ ഉണർത്താനുള്ളത്. ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പത്തിലുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു എക്സാമ്പിൾ നമുക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്നെ കാണാൻ സാധിക്കും. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു നജ്റാനിലെ ക്രിസ്ത്യാനികളുമായിട്ടുള്ള മുബാഹല. അതായത് നജ്റാനിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യൻ ഡെലിഗേഷൻ, ഏതാണ്ട് 60 ആളുകളുണ്ട് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അവർ മദീനയിൽ വരികയും പല വിഷയങ്ങളിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് ചർച്ച നടത്തുകയും ചെയ്തു. അതുപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ബന്ധപ്പെട്ട്, അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൈവപുത്രനായിരുന്നു, അതല്ല അള്ളാഹുവിൻ്റെ ഒരു സാത്വികനായ പ്രവാചകനായിരുന്നു എന്നുള്ള കാര്യത്തിലും ചർച്ച നടക്കുകയുണ്ടായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ രീതിയിലും അവർക്ക് ഈ കാര്യം മനസ്സിലാക്കി കൊടുത്തിട്ടും അവരിത് അംഗീകരിക്കാൻ തയ്യാറായില്ല. ആ ഒരു അവസരത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മുബാഹലയ്ക്ക് ക്ഷണിക്കുകയുണ്ടായി എന്ന് നമുക്ക് കാണാം. അങ്ങനെ അടുത്ത ദിവസം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വീട്ടുകാരെയും കൊണ്ട്, അതായത് ഹസ്രത്ത് അലി, ഹസ്രത്ത് ഫാത്തിമ, ഹസ്രത്ത് ഹസൻ, ഹസ്രത്ത് ഹുസൈൻ എന്നിവരെയും റളിയല്ലാഹു അൻഹും എന്നിവരെയും കൊണ്ടാണ് ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത്. ഇത് കണ്ട ക്രിസ്ത്യൻ സംഘം അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. അതായത് ഇതൊരിക്കലും തന്നെ നമ്മൾ ഈ മുബാഹലയ്ക്ക് തയ്യാറാകാൻ പാടില്ല. കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അദ്ദേഹം ഒരു സത്യപ്രവാചകനാണ് എന്നുള്ളതാണ്. കാരണം ഒരിക്കലും തന്നെ ഒരു കള്ളപ്രവാചകൻ തൻ്റെ കുട്ടികളെയും കുടുംബത്തെയും ഒക്കെ കൊണ്ട് ഞങ്ങളുടെ മേൽ ശാപം ഇറക്കണമേ എന്നുള്ളൊരു ദുആ ചെയ്യാൻ ഒരിക്കലും തന്നെ തുനിയില്ല. അതൊരിക്കലും തന്നെ ഒരു കള്ളപ്രവാചകന് പറ്റുന്ന പരിപാടിയല്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്രവാചകനാണ്. നമ്മൾ ഒരിക്കലും തന്നെ ഈ മുബാഹലയിൽ പങ്കെടുക്കരുത്. പങ്കെടുത്താൽ നമ്മളെല്ലാവരും തന്നെ നശിപ്പിക്കപ്പെടും. നമ്മളെന്ന് മാത്രമല്ല, ചിലപ്പോൾ ലോകത്തുള്ള മുഴുവൻ ക്രിസ്ത്യാനികളും നശിപ്പിക്കപ്പെട്ടേക്കാം എന്നവർ പറയാണ്. എന്താണെങ്കിലും അവരങ്ങനെ തീരുമാനിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് പോയിക്കൊണ്ട് പറയാണ്, ഞങ്ങൾ ഒരിക്കലും തന്നെ ഈ ഒരു മുബാഹലയ്ക്ക് തയ്യാറല്ല, ഇങ്ങനെ ലാനത്ത് ശാപപ്രാർത്ഥന നടത്താൻ തയ്യാറല്ല, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം വെച്ചുകൊള്ളാം, ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസം വെച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് അവിടെ ഒരു കരാറിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വളരെ വ്യക്തമായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. തഫ്സീർ ഗ്രന്ഥങ്ങളിലൊക്കെ ഇത് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ആ ക്രിസ്ത്യൻ സംഘം ഈ ഒരു മുബാഹലയുടെ ആഹ്വാനം വളരെ കൃത്യമായി അതിൽ നിന്നും പിന്മാറി അത് നിരസിച്ചു, അതിനെ സ്വീകരിച്ചില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ കൃത്യമായി ഈ കാര്യം പറഞ്ഞിട്ടും ഈ ഒരു വസ്തുത മറച്ചു വെച്ചുകൊണ്ട് ഇന്നും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിനെതിരെ, അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ഉന്നയിക്കാറുള്ള ഒരു ആക്ഷേപമാണ് ഈ ഒരു കാര്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യതയ്ക്കെതിരായിട്ടുള്ളൊരു തെളിവാണ് എന്ന്. അതായത് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ ഒരു സംഭവത്തിന് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത്. അതിൻ്റെ ഇടയിൽ തന്നെ പ്രവാചകൻ്റെ മകനായ ഇബ്രാഹിം വഫാത്താകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രവാചകന് ശേഷം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഹസ്രത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പറയുന്നൊരു കാര്യമാണ്, ഇത് നൗസുബില്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സത്യപ്രവാചകനായിരുന്നില്ല എന്നുള്ളതിനുള്ള തെളിവാണ് എന്നുള്ളത്. പക്ഷേ അത് അവർ ചെയ്യുന്നത്, ഈ ഒരു ക്രിസ്ത്യൻ സംഘം ഇത് സ്വീകരിച്ചിരുന്നില്ല എന്നുള്ള ആ ഒരു വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ്. കാരണം അവരത് സ്വീകരിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവർ നശിപ്പിക്കപ്പെടുമായിരുന്നു എന്നുള്ളത് തീർച്ചയാണ്. അത് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ. അതുകൂടാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അവർ ഈ ഒരു ശാപപ്രാർത്ഥന നടത്തിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവർ നശിപ്പിക്കപ്പെടുമായിരുന്നു എന്നുള്ളത്. പക്ഷേ അത് അവർ സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളത് ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ചരിത്രത്തിൽ, അതുപോലെ തന്നെ തഫ്സീർ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ കാണാൻ സാധിക്കും. ഇതേപോലെ തന്നെ, അതായത് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഏതുപോലെയാണ് ഹസ്രത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നത്, അതുപോലെ തന്നെയാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ ശത്രുക്കൾ ഹസ്രത്ത് അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെയും അദ്ദേഹം ഈ ഒരു മുബാഹലയുടെ ഫലമായിട്ടാണ് മരണപ്പെട്ടതെന്ന് പറയുന്നത്. പക്ഷേ അവരവിടെ മറച്ചു വെക്കുന്നൊരു കാര്യം,
സനാഉല്ലാ മിർച്ചരി ഈ ഒരു മുബാഹല സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യം, ഈ വസ്തുതകൾ ഇങ്ങനെ ആയിരിക്കെ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് അതിനെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുന്നത് ഒരിക്കലും തന്നെ സത്യത്തിന് നിരക്കുന്ന ഒരു സംഗതിയല്ല എന്നുള്ളതാണ് ഇവിടെ വിനീതമായിട്ട് ഉണർത്താനുള്ളത്. പിന്നെ സനാഉല്ലാ മിർച്ചരി ഇത് സ്വീകരിച്ചിരുന്നു എന്ന് വാദിക്കാനും ചില ആളുകൾ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു വീഡിയോൻ്റെ താഴത്ത് തന്നെ ഈ വീഡിയോ ചെയ്ത സഹോദരൻ, ജുനൈദ് എന്ന പേരുള്ള ആ സഹോദരൻ തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ഒരു കമൻ്റ് ഇടുന്നുണ്ട്, സനാഉല്ലാ മിർച്ചരി ഈ ഒരു മുബാഹല സ്വീകരിച്ചിരുന്നു, പക്ഷേ അത് ഖുർആൻ സൂക്തത്തിൻ്റെ കണ്ടീഷൻസ് അനുസരിച്ചിട്ടാണ് അത് അദ്ദേഹം സ്വീകരിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നാണ് മനസ്സിലാവുന്നത്. ഇതിന് ഒരൊറ്റ വാക്യത്തിൽ, ഒരൊറ്റ സെൻറ്റൻസിൽ മറുപടി പറയുകയാണെങ്കിൽ സനാഉല്ലാ മിർച്ചരി ഒരിക്കലും തന്നെ ഈ ഒരു മുബാഹല സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ ഒരു വിജ്ഞാപനം ഹസ്രത്ത് അഹമ്മദ് അലി സ്വലാത്തു വസ്സലാം പുറപ്പെടുവിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ അദ്ദേഹം അഹ്ലെ ഹദീസ് എന്ന് പറഞ്ഞ ഇവരുടെ ഒരു വീക്ക്ലി പബ്ലിക്കേഷൻ ഉണ്ട്. അതിൽ അദ്ദേഹം എഴുതുന്നുണ്ട്, യെ തഹരീർ തുമാരി മുജെ മൻസൂർ നഹി, അതായത് താങ്കൾ എഴുതിയിരിക്കുന്നത് ഒരിക്കലും തന്നെ എനിക്ക് സ്വീകാര്യമല്ല. എന്നിട്ട് എന്തുകൊണ്ടത് സ്വീകാര്യമല്ല എന്നുള്ളതിന് അദ്ദേഹം ചില കാരണങ്ങളും വിശദീകരണങ്ങളും നൽകുന്നുണ്ട്. ഒന്ന്, അദ്ദേഹം പറയുന്നത് ഇതിന് എൻ്റെ സമ്മതം ചോദിച്ചിട്ടില്ല, എന്നോടും കൂടി സമ്മതം ചോദിക്കേണ്ടതായിരുന്നു, അപ്പോൾ എന്നോടിത് ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് സ്വീകാര്യമല്ല. പിന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഫലമായിട്ട് ഞാൻ മരിക്കുകയാണെങ്കിൽ പിന്നെ എന്താണ് ഇതുകൊണ്ട് ഇതിനൊരു ഗുണപാഠം ഉണ്ടാകണമല്ലോ, ഇതിനെക്കൊണ്ടൊരു റിസൾട്ട് ഉണ്ടാകണമല്ലോ, ആളുകൾക്ക് എന്ത് പാഠമാണ് ലഭിക്കുക. പ്രത്യേകിച്ച് മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്കും കൂടി ഗുണമുള്ള, അല്ലെങ്കിൽ ഞങ്ങൾക്കും കൂടി ഹിദായത്ത് ലഭിക്കുന്ന അതായത് തനിക്കും കൂടി ഹിദായത്ത് ലഭിക്കുന്ന ഒരു മാർഗ്ഗമാണ് അവലംബിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം മരിക്കുകയാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് അതിൽ നിന്ന് ദൃഷ്ടാന്തം ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ, അപ്പോൾ ഞങ്ങൾക്കും കൂടി ഹിദായത്ത് ലഭിക്കുന്ന ഒരു മാർഗ്ഗം സ്വീകരിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടും ഇത് സ്വീകാര്യമല്ല. പിന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കള്ളവാദികളായിട്ടുള്ള അല്ലെങ്കിൽ ദുഷ്ടരായിട്ടുള്ള ആളുകൾ പെട്ടെന്ന് മരിക്കുമെന്ന് പറയുന്നത് ഒരിക്കലും തന്നെ ശരിയല്ല. അള്ളാഹു അവർക്ക് ദീർഘമായ ജീവിതവും കൊടുക്കാറുണ്ട്. അവരുടെ തന്നെ വേറൊരു പബ്ലിക്കേഷനാണ് മുറക്ക ഖാദിയാനി എന്നുള്ളത്. അതേ മാസത്തെ ലക്കത്തിൽ അദ്ദേഹം ഇത് മുസൈലിമ കസ്സാബിൻ്റെ കാര്യം ഉദ്ധരിച്ചുകൊണ്ട്, ഏതുപോലെ മുസൈലിമ കസ്സാബ് കള്ളവാദി ആയിരുന്നിട്ട് പോലും സത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷവും ജീവിച്ചുവോ, അതുപോലെ തന്നെ എപ്പോഴും തന്നെ ഈ രീതിയിൽ കള്ളവാദികളായിട്ടുള്ള ആളുകൾ ആദ്യം മരണപ്പെടണം എന്നുള്ള ആ ഒരു കണ്ടീഷൻ ഒരിക്കലും തന്നെ ശരിയല്ല എന്നും അദ്ദേഹം പറഞ്ഞുകൊണ്ട് അതും ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാരണങ്ങളും ഒരുപാട് വിശദീകരണങ്ങളും നൽകിക്കൊണ്ട് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇത് എനിക്ക് സ്വീകാര്യമല്ല എന്നുള്ളത്. അപ്പോൾ ഇത്ര കൃത്യമായിട്ട് അദ്ദേഹം ഇതിൽ നിന്ന് പിന്മാറിയിട്ടും അദ്ദേഹം ഇത് സ്വീകരിച്ചിരുന്നു എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ ശരിയല്ല. എന്ന് മാത്രമല്ല, ഹസ്രത്ത് അഹമ്മദ് അലി സ്വലാത്തു വസ്സലാം തന്നെ ഇതിന് ശേഷം, പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എപ്പോഴും തന്നെ ഒരു സത്യവാദിയുടെ ജീവിതത്തിൽ കള്ളവാദി അല്ലെങ്കിൽ ആ സത്യവാദിയുടെ ശത്രുക്കൾ മരണപ്പെടുമെന്നുള്ളത് ശരിയല്ല. കാരണം ഒരുപാട് പ്രവാചകന്മാരുണ്ട്, ഒരുപാട് ഇത്തരത്തിലുള്ള അള്ളാഹുവിൻ്റെ സാത്വികരായിട്ടുള്ള മനുഷ്യരുണ്ട്. അവരുടെ എല്ലാം ശത്രുക്കൾ അവരുടെ ജീവിതത്തിൽ മരിച്ചു എന്ന് നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. മുസൈലിമ കദ്ദാബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മരണപ്പെട്ടിട്ടില്ല. അപ്പോൾ ഒരിക്കലും തന്നെ ആ ഒരു കണ്ടീഷൻ ശരിയല്ല, അങ്ങനെ താൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. മറിച്ച് ഏതെങ്കിലും ഒരു ശത്രു, ഒരു പ്രവാചകൻ്റെ ശത്രു ആ പ്രവാചകനുമായിട്ട് മുബാഹലയിൽ ഏർപ്പെടുകയാണെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും ആ മുബാഹലയുടെ ഫലമായിട്ട് ആ കള്ളവാദി സത്യവാദിയുടെ ജീവിതത്തിൽ തന്നെ മരണപ്പെടും. ആ മുബാഹല നടന്നാൽ മാത്രമാണ് ഇത് സംഭവിക്കാമെന്ന് അദ്ദേഹം വളരെ വ്യക്തമായി അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഇതിന് ശേഷവും അതായത് സനാഉല്ലാ മിർച്ചരി ആ ഒരു സംഗതി സ്വീകരിച്ചിട്ടില്ല എന്ന് വളരെ വ്യക്തമായി നമുക്ക് ചരിത്രം മനസ്സിലാക്കി തന്നിട്ടും അത് വീണ്ടും സനാഉല്ലാ മിർച്ചരിയുടെ ആ മുബാഹലയുമായി ബന്ധപ്പെട്ടിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫലമായിട്ടാണ് ഹസ്രത്ത് അഹമ്മദ് അലി സ്വലാത്തു വസ്സലാം വഫാത്തായതെന്ന് പറയുന്നത് ഒരിക്കലും തന്നെ നീതിക്ക് നിരക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ് ഇവിടെ വിനീതമായിട്ട് ഉണർത്താനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരൊറ്റ പ്രാവശ്യം മാത്രമല്ല സനാഉല്ലാ മിർച്ചരി ഹസ്രത്ത് അഹമ്മദ് അലി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ ഒരു മുബാഹലയിൽ നിന്നും പിന്മാറിയത്. അദ്ദേഹം 4 പ്രാവശ്യം, ഏതാണ്ട് 10 വർഷത്തെ കാലയളവിനുള്ളിൽ 4 പ്രാവശ്യം മുബാഹലയിൽ നിന്നും പിന്മാറുന്നുണ്ട്. വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ 1897 ഹസ്രത്ത് അഹമ്മദ് അലി സ്വലാത്തു വസ്സലാം ആദ്യമായി ഈ മുബാഹല ആഹ്വാനം മുന്നോട്ട് വെക്കുന്നത്. ഒരുപാട് ആളുകൾ അഡ്രസ്സ് ചെയ്തതിൽ ഒരു പേരായിരുന്നു സനാഉല്ലാ മിർച്ചരിയുടേത്. അതിനുശേഷം, അതായത് 1897 ശേഷം 5 വർഷത്തോളം അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നീട് 1902 ആ ഒരു സമയത്ത് ഹസ്രത്ത് അഹമ്മദ് അലി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു അനുയായിയുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ സനാഉല്ലാ മിർച്ചരിയുടെ ഒരു സംവാദം നടക്കുന്നുണ്ട്. ആ സംവാദത്തിൽ ഈ വെല്ലുവിളിയുമായി ബന്ധപ്പെട്ട ചോദ്യവും ആ ഒരു ചർച്ചയും പൊന്തി വന്നതിന് ശേഷം 1902 പിന്നീട് അദ്ദേഹം ഞാൻ ഇതിന് സന്നദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നത്. ഇത് അദ്ദേഹം പറഞ്ഞ ഉടനെ തന്നെ
ഹസ്രത്ത് അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം അതിന് സന്നദ്ധത അറിയിച്ചുകൊണ്ട് പറയുന്നത് ഇത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ആളുകൾക്ക് സത്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, സത്യവും അസത്യവും തിരിച്ചറിയുന്നതിന് ഇത് നല്ലൊരു മാർഗ്ഗമാണ്. സനാഉല്ലാ സാഹിബ് വളരെ നല്ലൊരു എക്സലൻറ്റ് പ്രപ്പോസലാണ് മുന്നോട്ട് വെച്ചതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറയാണ് ഒരൊറ്റ കാര്യം, സനാഉല്ലാ സാഹിബ് ഇതിൽ തന്നെ ഒന്ന് ഉറച്ചു നിന്നാൽ മാത്രം മതി എന്ന് പറയുന്നുണ്ട്. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഹസ്രത്ത് അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ സന്നദ്ധത അറിയിച്ചതിന് തൊട്ട് പിന്നാലെ സനാഉല്ലാ അമൃത്സരി അതിൽ നിന്നും പിന്മാറിക്കൊണ്ട് പറയുകയാണ്, ഞാൻ ഒരിക്കലും തന്നെ ഇങ്ങനെ ഒരു കാര്യത്തിന് തയ്യാറാവുകയില്ല. ഞാൻ താങ്കളെ പോലെ പ്രവാചകനാണ്, അല്ലെങ്കിൽ എനിക്ക് ഇൽഹാം ലഭിക്കുന്നുണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാനിതിന് ഒരിക്കലും തന്നെ തയ്യാറാവുകയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുകയാണ്, ഞാനിതിന് ധൈര്യപ്പെടില്ല. മേ ജുറത്ത് നഹി കർ സക്ത, ഞാൻ ഒരിക്കലും തന്നെ ഇതിന് ധൈര്യപ്പെടില്ല. എന്നിട്ട് ഈ ധൈര്യമില്ലാത്തത് എൻ്റെ ഒരു കുറവല്ല, മറിച്ച് എൻ്റെ ഒരു മേന്മയാണെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യവും അദ്ദേഹം ഈ ഒരു മുബാഹലയിൽ നിന്ന് പിന്മാറുകയാണ്. ഒന്നാമത്തെ പ്രാവശ്യം ഒരു പാസീവ് റിഫ്യൂസലായിരുന്നു, അതായത് 5 വർഷത്തോളം അതിനെപ്പറ്റി ഒന്നും മുണ്ടാതെ ഒന്നും റെസ്പോണ്ട് ചെയ്യാതിരിക്കുകയാണ് ചെയ്തത്. പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം വളരെ വ്യക്തമായിട്ട് ഞാനിതിന് തയ്യാറല്ല എന്ന് അദ്ദേഹം പറയുകയാണ് ചെയ്തത്. വീണ്ടും 4 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1906 സനാഉല്ലാ അമൃത്സരി പറയാണ്, ഞാൻ വിശുദ്ധ ഖുർആൻ്റെ ലാനത്തുല്ലാഹി അലൽ കാദിബീൻ എന്ന് പറഞ്ഞ ആ ഒരു ആയത്തിനനുസരിച്ചിട്ട് മുബാഹലക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞു വരികയാണ്. അവിടെയും ഹസ്രത്ത് അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സന്നദ്ധത അറിയിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, അവിടെ ഒരിക്കലും തന്നെ ഹസ്രത്ത് അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ടൊന്നും മുണ്ടിയില്ല, ആദ്യം ഞാൻ പറഞ്ഞതിന് ശേഷം 5 വർഷം നിങ്ങളൊന്നും തന്നെ മുണ്ടിയില്ല, പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം വന്ന് വീണ്ടും നിങ്ങൾ അതിൽ നിന്ന് പിന്മാറി, അപ്പോൾ അങ്ങനെ ഉള്ളൊരു മുബാഹലക്ക് ഞാൻ ഒരിക്കലും തയ്യാറാകില്ല എന്നൊന്നും തന്നെ അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം നേരിട്ട് അതിന് സന്നദ്ധത അറിയിക്കുകയാണ് ചെയ്തത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സമയമാകുമ്പോഴേക്കും ഹസ്രത്ത് അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഏതാണ്ട് 70-71 വയസ്സ് പ്രായമുണ്ട്, 72 വയസ്സോളം പ്രായമുണ്ട്. എന്ന് മാത്രമല്ല 1905 തന്നെ ഹസ്രത്ത് അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ അനുയായികളോട് ഒരു ഗ്രന്ഥത്തിൽ എൻ്റെ മരണം അടുത്തിരിക്കുന്നു, എനിക്കിനി അധികകാലം ജീവിക്കാനില്ല എന്ന് പറഞ്ഞ പല ഉപദേശങ്ങളും നൽകിയിട്ടുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞ് 1-2 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു കാര്യവും പറയാതെ വളരെ വ്യക്തമായിട്ട് ഞാനിതിന് സന്തോഷത്തോടുകൂടി തയ്യാറാകുന്നതാണ് എന്ന് പറയുകയാണ്. അതിന് തൊട്ട് ശേഷം വീണ്ടും സനാഉല്ലാ അമൃത്സരി എവിടെ മിർസായികൾ, നിങ്ങളുടെ നേതാവ് എവിടെ, എന്നെ മുബാഹലക്ക് വെല്ലുവിളിച്ച് നിങ്ങളുടെ നേതാവ് എവിടെ, ഇങ്ങോട്ട് വരാൻ പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വെല്ലുവിളിക്കുന്നുണ്ട്. അതിന് ഹസ്രത്ത് അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം വളരെ വ്യക്തമായിട്ട് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ ഒരു വീക്ക്ലി പബ്ലിക്കേഷൻ ഉണ്ട് ബദർ, അതിൽ വിശദീകരിച്ചുകൊണ്ട് അതിന് സന്നദ്ധത അറിയിക്കുകയാണ്. സന്നദ്ധത അറിയിക്കുകയും ഇതെങ്ങനെ നടത്താമെന്നുള്ള ചില സജഷൻസും കൂടി പറയുകയാണ്. അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, ഒന്നുകിൽ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ, അതാത് സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ശാപപ്രാർത്ഥന നടത്താം, ആരാണോ കള്ളവാദി അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപം ഇറങ്ങട്ടെ എന്ന് ആ വിശുദ്ധ ഖുർആൻ്റെ സൂക്തം ഉദ്ധരിച്ചുകൊണ്ട് ലാനത്തുല്ലാഹി അലൽ കാദിബീൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. അതല്ല, ഇനി മുഖാമുഖം വന്ന് ഫേസ് ടു ഫേസ് ആയിട്ട് ചെയ്യണമെങ്കിൽ താങ്കൾക്ക് ഖാദിയാനിലേക്ക് വരാവുന്നതാണ്, നമുക്കങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ട് മുഖാമുഖം ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ യാത്രയുടെ ചിലവ് ഞാൻ വഹിച്ചുകൊള്ളാമെന്ന് ഹസ്രത്ത് അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്. ഇതിന് തൊട്ട് പിന്നാലെ വീണ്ടും 3ാമത്തെ പ്രാവശ്യം സനാഉല്ലാ അമൃത്സരി ഇതിൽ നിന്നും പിന്മാറിക്കൊണ്ട് പറയുന്നത്, ഞാനൊരിക്കലും തന്നെ മുബാഹല ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ താങ്കളെ അങ്ങനെ വെല്ലുവിളിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞത് അള്ളാഹുവിൻ്റെ പേരിൽ നമുക്ക് ആണയിടാം, അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യാമെന്ന് മാത്രമാണ്, അതല്ലാതെ മുബാഹല ചെയ്യാമെന്ന് ഞാൻ ഒരിക്കലും തന്നെ പറഞ്ഞിട്ടില്ല. മുബാഹല എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു കാര്യമാണ്. അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യുക, അല്ലെങ്കിൽ സത്യം ചെയ്യുക എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു സംഗതിയാണ്. കോടതികളിലൊക്കെ നമ്മൾ സത്യം ചെയ്യുന്നുണ്ട്, അതൊന്നും മുബാഹലയല്ല. അപ്പം ഞാൻ സത്യം ചെയ്യാം, ആണയിടാമെന്ന് പറഞ്ഞതിന് നിങ്ങൾ മുബാഹലയാക്കി തെറ്റിദ്ധരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയാണ്. പിന്നെ വേറൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നത്, ഇവിടെ പ്രത്യേകം സനാഉല്ലാ അമൃത്സരി വിശുദ്ധ ഖുർആൻ്റെ സൂക്തത്തിന് അനുസരിച്ചിട്ടുള്ള ഒരു മുബാഹലക്ക് തയ്യാറായി എന്ന് പറയുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറയാണ്, ഞാൻ ലാനത്തുല്ലാഹി അലൽ കാദിബീൻ എന്ന് പറയാമെന്നൊന്നും തന്നെ ഒരിക്കലും തന്നെ ഞാൻ സമ്മതിച്ചിട്ടില്ല, അങ്ങനെ ഒന്നും തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയാണ്. അപ്പോൾ ഈ രീതിയിൽ അദ്ദേഹം വളരെ കൃത്യമായി 3ാമത്തെ പ്രാവശ്യവും ഈ ഒരു മുബാഹലിൽ നിന്ന് പിന്മാറുകയാണ്. പിന്നെ അതിനുശേഷമാണ് ഹസ്രത്ത് അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഒരു അവസാനത്തെ വിജ്ഞാപനം ഇറക്കുന്നത്. അതിനുശേഷം വീണ്ടും സനാഉല്ലാ അമൃത്സരി ഇത് ഒരിക്കലും തന്നെ തനിക്ക് സ്വീകാര്യമല്ല എന്ന് ഒരുപാട് കാരണങ്ങൾ നിരത്തിക്കൊണ്ട് പറയുകയാണ്. അപ്പോൾ ഇത്ര കൃത്യമായി 1 അല്ല 2 അല്ല 4 തവണ ഈ മുബാഹലിൽ നിന്നും പിന്മാറിയിട്ടും വീണ്ടും അദ്ദേഹം അതിന് തയ്യാറായിരുന്നു എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ ശരിയല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ നമുക്ക് ഒരു ഭാഗത്ത് ഹസ്രത്ത് അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാം. അതായത് ആദ്യം അദ്ദേഹം തന്നെ മുബാഹല ആഹ്വാനം മുന്നോട്ട് വെക്കുന്നു, അതിനുശേഷം എപ്പോഴൊക്കെ മറ്റേ മറുകക്ഷി ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു വന്നു അപ്പോഴൊക്കെ തന്നെ അദ്ദേഹം പരിപൂർണ്ണ സന്നദ്ധത അറിയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രായം കൂടുന്നതിനനുസരിച്ചും വർഷങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു സങ്കോചവും ഇല്ലാതെ ഞാനതിന് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വളരെ ധൈര്യത്തോടു കൂടി മുന്നോട്ട് വരികയാണ്. ഏതുപോലെ നമുക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു കാര്യത്തിലും കാണാൻ സാധിക്കും. തൻ്റെ സ്വന്തം മക്കളെയും പേരമക്കളെയും കൊണ്ട് കുടുംബക്കാരെയും കൊണ്ടാണ് ഹസ്രത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു മുബാഹലയ്ക്ക് വേണ്ടി വരുന്നത്. അതുപോലെ തന്നെ ഹസ്രത്ത് അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം പരിപൂർണ്ണ വിശ്വാസത്തോടു കൂടിയിട്ടാണ് ഈ ഒരു മുബാഹലയ്ക്ക് എല്ലാ പ്രാവശ്യവും തയ്യാറായിട്ടുള്ളത്. മറുഭാഗത്ത് സനാഉല്ലാ അമൃത്സരി ഓരോ പ്രാവശ്യവും ഹസ്രത്ത് അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം സന്നദ്ധത അറിയിക്കുമ്പോൾ ഞാനതിലില്ല,
എനിക്കതിന് ധൈര്യമില്ല, അതല്ലെങ്കിൽ വേറൊരു സമയത്ത് എനിക്ക് പേടിയൊന്നുമില്ല പക്ഷേ ഞാൻ മുബാഹല ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് പിന്മാറുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ വളരെ വ്യക്തമാണ്, ഹസ്രത്ത് അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം മുബാഹലക്ക് തയ്യാറായിരുന്നു, എന്നാൽ സനാഉല്ലാ മർസരി അത് സ്വീകരിച്ചിരുന്നില്ല. അത് വളരെ കൃത്യമായി വളരെ ഓപ്പണായിട്ട് അദ്ദേഹം അതിനെ നിരസിച്ചു, അത് തനിക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞു. ഇതിന് ശേഷവും ഹസ്രത്ത് അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതിൻ്റെ കാരണമായിട്ടാണ് മരിച്ചത് എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ വസ്തുതക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല എന്നാണ് വിനീതമായിട്ട് ഉണർത്താനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം ഈ വീഡിയോയിൽ പറയുന്നത് ഹസ്രത്ത് അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് അദ്ദേഹം ഡയറിയ ബാധിച്ചിട്ടാണ് മരിച്ചത് എന്നുള്ളത് ഒരു പരിഹാസ രൂപേണ ഇതിൽ പരാമർശിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് സീരിയസ് ആയിട്ടുള്ളൊരു ആശയപരമായ ഒരു മറുപടി ആവശ്യമുണ്ടോ എന്ന് പോലും തോന്നിപ്പോവുകയാണ്. കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും അവർ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹു എപ്പോഴൊക്കെ തൻ്റെ ദൂതന്മാരെ അയച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ തന്നെ ജനങ്ങൾ അവരെ പരിഹസിച്ചിട്ടുണ്ട് എന്നുള്ളത്. യാ ഹസ്രത്തൻ അലൽ ഇബാദ് മാ യഅ്തിഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. അപ്പോൾ പ്രവാചകന്മാർ പരിഹസിക്കപ്പെടും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം പരിഹസിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ഇന്നും ഒരുപാട് തെറ്റായിട്ടുള്ള വ്യാജമായിട്ടുള്ള ആരോപണങ്ങളും അതുപോലെ തന്നെ പരിഹാസ രൂപത്തിലുള്ള ആരോപണങ്ങളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ വരാറുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെ മരണത്തെ സംബന്ധിച്ച് നൗസുബില്ല അദ്ദേഹം വിഷം ബാധിച്ചിട്ടാണ് മരിച്ചത്, അതുകൊണ്ടൊരു സത്യപ്രവാചകനല്ല എന്നുള്ള രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഇന്നും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഉന്നയിക്കാറുണ്ട്. പ്രത്യേകിച്ച് അൺമാസ്കിംഗ് അനോമലീസ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും മറുപടി പറയുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പരിഹാസ രൂപേണയുള്ള അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം, ഇതിൽ ഹസ്രത്ത് അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം സനാഉല്ലാ മർസരി ഡയറിയ ബാധിച്ച് മരിക്കുമെന്ന് പ്രവചിച്ചു, എന്നിട്ട് സ്വയം തന്നെ അദ്ദേഹം ഡയറിയ ബാധിച്ച് മരിച്ചു എന്നുള്ളൊരു പരാമർശം കൂടി കണ്ടു. അതെനിക്ക് തോന്നുന്നത് ഒരു സ്ലിപ്പ് ഓഫ് ടങ് ആയിരിക്കും എന്നാണ്. കാരണം ഡയറിയ ബാധിച്ച് മരിക്കുമെന്നുള്ള യാതൊരു പരാമർശവും ആ വിജ്ഞാപനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ എന്ന് പറയുന്നത് അവർ പച്ച മനുഷ്യരാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കിയിട്ടുള്ള ആത്മീയമായിട്ട് ഉന്നത പദവിയിലെത്തിയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ പച്ച മനുഷ്യരാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ട് തന്നെ പറയുന്നുണ്ടല്ലോ, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ പറയുക, അല്ലയോ മുഹമ്മദ് നീ പറയുക ഞാൻ നിങ്ങളെപ്പോലെ ഒരു പച്ച മനുഷ്യനാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മാനുഷികമായിട്ടുള്ള എല്ലാ എലമെൻസും എല്ലാ പ്രവാചകന്മാരിലും എല്ലാ ഈ രീതിയിലുള്ള ആത്മീയ പുരുഷന്മാരിലും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ഇത്തരത്തിൽ ഡയറിയ ബാധിച്ചു അല്ലെങ്കിൽ മലവിസർജനം ഉണ്ടായി എന്നൊക്കെ പറയുന്നത് ഒരിക്കലും തന്നെ ഒരു വ്യക്തിയുടെ ആത്മീയത അളക്കാനുള്ള ഒരു മാനദണ്ഡമല്ല. ഒരിക്കലും തന്നെ ഇസ്ലാമിൽ അങ്ങനെ ഒരു മാനദണ്ഡം ഇല്ല എന്നുള്ളതാണ്. ഇനി ആരെങ്കിലും അല്ല അങ്ങനെയുള്ള മാനദണ്ഡം ഉണ്ട് എന്ന് പറഞ്ഞ് സ്വയം അങ്ങനെ ഒരു ക്രൈറ്റീരിയൻ വെക്കുകയാണെങ്കിൽ ഇസ്ലാമിൽ തന്നെയുള്ള ഒരുപാട് മഹാത്മാക്കളെ നമുക്ക് നിരസിച്ച് കളയേണ്ടി വരും. അതൊരിക്കലും തന്നെ ശരിയല്ല. ഒരുപാട് ഉദാഹരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു ഹജർ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി, നമുക്കറിയാം ഫത്ഹുൽ ബാരി ബുഖാരിയുടെ ഷർഹ് എഴുതിയ ഷർഹായ ഫത്ഹുൽ ബാരിയുടെ രചയിതാവാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്, അദ്ദേഹം ഇസ്ഹാൽ, അതായത് ഈ ഡയറിയ, മരണസമയത്ത് അദ്ദേഹത്തിന് ഡയറിയ ഉണ്ടായിരുന്നു, അത് അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് നയിച്ചു എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. എന്തിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പോലും നമുക്കറിയാം, ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ആയിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണസമയത്ത് ഉണ്ടായിരുന്നത്. ഹസ്രത്ത് ആയിഷ നിവേദനം ചെയ്യുന്നുണ്ട്, ആ ഒരു സമയത്ത് വളരെ ക്ഷീണിതനായ ഒരു അവസ്ഥയിലായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്രം ഒഴിക്കുന്നതിനായിട്ടൊരു പാത്രം, ഒരു ബേസിൻ ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെ ആ ഒരു ബേസിന് കൊടുത്തു, അതിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്രം ഒഴിച്ചു. അതിനുശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്നുള്ളത്, വഫാത്തായി എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാരണങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ഇത് ഇസ്ലാമിനെതിരെ, ഇസ്ലാമിൻ്റെ ശത്രുക്കളായിട്ടുള്ള ഇത്തരത്തിലുള്ള യാതൊരു എന്താ പറയുക സിവിലിറ്റിയുടെ യാതൊരു മാനങ്ങളും ഉൾക്കൊള്ളാത്ത ആളുകൾ പറയുകയാണെങ്കിൽ നമുക്ക് പിന്നെയും മനസ്സിലാക്കാം. പക്ഷേ ഇസ്ലാമിനെതിരെയുള്ള ആക്ഷേപങ്ങൾക്ക് മറുപടി പറയുന്ന ആളുകൾ തന്നെ, അല്ലെങ്കിൽ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ തന്നെ ഇത്തരത്തിലുള്ള പരിഹാസ രൂപേണയുള്ള, പ്രത്യേകിച്ച് അൺമാസ്കിംഗ് അനോമലീസിനെ പോലെയുള്ള പ്ലാറ്റ്ഫോംസ് ഒരു സിവിലായിട്ടുള്ള ഡിബേറ്റ് കൾച്ചർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള റിഡിക്യൂൾസ്, പ്രത്യേകിച്ച് അവർ പറയാറുണ്ടല്ലോ ഈ അപ്പീൽ ടു റിഡിക്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു ലോജിക്കൽ ഫാലസിയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും ഉന്നയിക്കുന്നത് ഒരിക്കലും തന്നെ ശരിയല്ല എന്നാണ് ഇവിടെ വളരെ വിനീതമായിട്ട് ഉണർത്താനുള്ളത്. ഹസ്രത്ത് അഹമ്മദ് അലി സ്വലാത്തു വസ്സലാമിൻ്റെ മരണം ഏത് രീതിയിലുള്ളതായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലൊക്കെ തന്നെ, അതുപോലെ തന്നെ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ ചരിത്രത്തിലൊക്കെ തന്നെ നമുക്ക് വളരെ വിശദീകരിച്ച് എഴുതിയിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. അദ്ദേഹം മരിക്കുന്നത് രാവിലെ ഏതാണ്ട് 10-10:30 സമയത്താണ്. അതിന് തലേന്ന് രാത്രി അർദ്ധരാത്രി വരെ അദ്ദേഹത്തിന് ഈ രീതിയിലുള്ള ഡയറിയ, മലവിസർജനം ഉണ്ടായിരുന്നുവെന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം അദ്ദേഹം പിറ്റേന്ന്
രാവിലെ 10-10:30 മണിക്ക് തൻ്റെ കിടക്കയിൽ തൻ്റെ അനുയായികളും തൻ്റെ അടുത്ത കുടുംബക്കാരും നോക്കി നിൽക്കുകയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം അവസാനമായി പറഞ്ഞ വാക്കുകൾ പോലും അല്ലാ മേരെ പ്യാരെ അല്ലാ, അള്ളാഹു എൻ്റെ പ്രിയപ്പെട്ട അള്ളാഹു എന്നാണ്. നമുക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ ഇത് കാണാൻ സാധിക്കും. ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അവസാനമായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലാഹുമ്മ റഫീഖൽ അഅല എന്നുള്ള ആ ഒരു വാക്കോട് കൂടിയിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഇഹലോകവാസം വെടിഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ വിനീതമായിട്ട് ഉണർത്താനുള്ളത്. ഹസ്രത്ത് അഹ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ വാദം എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലത്ത് അവതീർണനാകുമെന്ന് പറഞ്ഞ ആ ഒരു ഈസബിന് മറിയം താനാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ബനി ഇസ്രായേലിലേക്ക് പ്രവാചകനായി വന്ന ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം മരണപ്പെട്ടു പോയിരിക്കുന്നു, അദ്ദേഹം ആകാശത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതിനൊന്നും തന്നെ യാതൊരു തെളിവും വിശുദ്ധ ഖുർആനിൽ ഇല്ല എന്നാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് അടിയുറച്ച് വിശ്വസിക്കുന്നത്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനം ചെയ്ത ആ ഈസബിന് മറിയം, ആ മസീഹ് മൗദ്, ആ വാഗ്ദത്തം ചെയ്യപ്പെട്ട മസീഹ് താനാണ് എന്ന് ഹസ്രത്ത് അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം വാദിച്ചു. അദ്ദേഹത്തിൻ്റെ സത്യത തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ വിശ്വസിച്ചു. ഇന്ന് ഏതാണ്ട് 210-ലധികം രാജ്യങ്ങളിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഒരൊറ്റ ആഗോള നേതാവിന് കീഴിൽ പ്രവർത്തിച്ചു വരികയാണ്. ഇസ്ലാമിൻ്റെ യഥാർത്ഥ സമാധാനപരമായ സന്ദേശം ലോകത്ത് എല്ലായിടത്തും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജമാഅത്തിനെ പറ്റി പഠിക്കാനുള്ള ഒരു നിമിത്തമാകട്ടെ ഈ ഒരു സംഭവം, ഈ ഒരു ഇൻട്രാക്ഷൻ എന്ന് ആശിച്ചുകൊണ്ട് അതിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.